ഈ ഒരു വ്യക്തി, അതായത് ഈ സുരേഷ് കുമാർ എന്ന് പറയുന്ന ഈ മാനേജർ വയറ് കാണാൻ വേണ്ടിയിട്ട്, അതായത് സാരി കൊടുത്താലേ വയറ് കാണുകയുള്ളൂ, ചൂരിദാർ ഇട്ട് കഴിഞ്ഞാൽ വയറ് കാണില്ല. അപ്പോൾ ആ വയറ് കാണാൻ വേണ്ടിയിട്ട് ഇതിന് നിയമ സാധ്യതകൾ ഉണ്ടോ എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. അതിനു മുൻപായി ഈ ഒരു പ്രധാന അധ്യാപികക്ക് എന്താണ് പറയാനുള്ളത് അത് കേട്ടു നോക്കാം. ഞാൻ സ്കൂളിലോട്ട് വന്നതായി ഒരു 8:45 ഞാൻ സ്കൂളിൽ വരും. അങ്ങനെ ഇന്ന് വന്നപ്പോഴ് ഈശ്വര വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറുടെ കുത്തിയിരിപ്പ് സമരം. അതിന് കാരണക്കാരനായിട്ടുള്ളത് അതേ സ്കൂളിലെ മാനേജറായിട്ടുള്ള സുരേഷ് കുമാർ. ഈ സുരേഷ് കുമാറിന് വേണ്ടത് ആ സ്കൂളിലെ എല്ലാ ടീച്ചർമാരും സാരി ഉടുത്തിട്ട് വരണമെന്നൊരു നിർബന്ധം. അതിനെ തുടർന്ന് പോലീസ് വരികയും പോലീസ് ഇടപെട്ട് ഇപ്പോൾ പ്രധാന അധ്യാപികയെ സ്കൂളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ പ്രധാന അധ്യാപിക ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇതിന്റെ നിയമ സാധ്യതകളെ കുറിച്ചും കൂടിയാണ്. അതിനു മുൻപായി ഈ ഒരു വിഷയം ഓൾറെഡി ഏകദേശം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ന്യൂസ് കട്ടിങ്സ് കേട്ടോളൂ. കൊല്ലത്ത് ചുരിദാർ ധരിച്ചെത്തിയ പ്രധാന അധ്യാപികയെ സ്കൂളിൽ പ്രവേശിപ്പിച്ചില്ല എന്ന് പരാതി. കൊട്ടാരക്കര നെടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. സ്കൂൾ മാനേജറുടെ നിർദ്ദേശപ്രകാരമാണ് അധ്യാപികയെ തടഞ്ഞതെന്നാണ് സെക്യൂരിറ്റി ജീവനക്കാരന്റെ പ്രതികരണം. എന്തുകൊണ്ട് തുറന്നൂടാ? എന്തുകൊണ്ട് തുറക്കാതെ? മാനേജർ പറഞ്ഞിട്ടുണ്ട്. ഉറപ്പാണല്ലോ. എന്തുകൊണ്ട് മാനേജർ എന്താണ് പറഞ്ഞത്? ചുരിദാർ ഇട്ടുകൊണ്ട് വന്നതിന്റെ പേര് പിന്നെ ചുരിദാർ ഇട്ടുകൊണ്ട് വന്നുണ്ടെങ്കിൽ ചുരിദാർ ഇടാൻ ഗവൺമെന്റ് അംഗീകാരം ഉണ്ടോ? അതിനെ പറ്റി എനിക്കറിയാം. മാനേജർ പറഞ്ഞു ചുരിദാർ ഇട്ടുകൊണ്ട് വന്നാൽ കേട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പ്. അബ്ജോദ്, ഇതൊരു എയ്ഡഡ് സ്കൂളാണ്, ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ. ഇന്ന് രാവിലെയാണ് ഈ പ്രധാന അധ്യാപിക ചുരിദാർ ധരിച്ച് ആ സ്കൂളിലേക്ക് എത്തുന്നത്. പക്ഷേ ഗേറ്റ് കീപ്പർ, സെക്യൂരിറ്റി ജീവനക്കാരൻ ഗേറ്റിൽ ടീച്ചറെ തടഞ്ഞിട്ട് പറഞ്ഞത് ഈ മാനേജറുടെ നിർദ്ദേശമുണ്ട്, ചുരിദാർ ധരിച്ച് ടീച്ചർ എത്തിക്കഴിഞ്ഞാൽ കയറ്റണ്ട എന്നൊരു നിർദ്ദേശമുണ്ട്, അതുകൊണ്ട് കയറണ്ട എന്ന്. ഇതിൽ ഈ ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഇതിന്റെ കമന്റ് ബോക്സിലൊക്കെ സെക്യൂരിറ്റിക്കാരനെ കുറ്റം പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെങ്കിൽ അതിന് കാര്യമില്ല. കാരണം അയാൾ വർക്ക് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് മാനേജർ എന്താണ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു കാര്യം അവിടെ ചെയ്തിട്ടുള്ളത്. അയാളോട് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചുരിദാർ ഇട്ടിട്ട് വരുന്നത് തെറ്റാണോ എന്നൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അയാൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അയാളെ വിമർശിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഗേറ്റ് കീപ്പർ ടീച്ചറെ അറിയിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ടീച്ചർ ആ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. നമ്മൾ കാണുന്നുണ്ട്, കുത്തി അവിടെ ഇരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ടീച്ചർ സ്കൂളിലെ കുട്ടികൾക്ക് കഴിക്കാനുള്ള മുട്ടയൊക്കെ വാങ്ങിയാണ് അവിടെ എത്തിയത്. പ്രധാന അധ്യാപികയാണ്. ടീച്ചർ ആ സാധനങ്ങളൊക്കെ അവിടെ വെച്ച് അവിടെ കുത്തിയിരുന്നു. പിന്നീട് കൊട്ടാരക്കര പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തിയാണ് ടീച്ചറെ പിന്നീട് അകത്തേക്ക് കയറ്റിയതെന്നാണ് ടീച്ചർ പറയുന്നത്. എന്തായാലും ടീച്ചർ ഈ വിഷയത്തിൽ പോലീസിൽ പരാതി നൽകുന്നുണ്ട്, പോലീസ് മൊഴിയെടുക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരം സംഭവം ടീച്ചറും മാനേജറും തമ്മിൽ ഈ വസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇന്നലെയും ചില പ്രശ്നമുണ്ടായി എന്നതാണ് ടീച്ചറോട് സംസാരിക്കുമ്പോൾ ടീച്ചർ പറയുന്നത്. അതായത് ഓഫീസ് റൂമിലേക്ക് ഈ മാനേജർ വന്ന് ഇനി ഈ ചുരിദാർ ധരിച്ച് സ്കൂളിൽ എത്തരുത്, സാരി ധരിക്കണം എന്നൊരു കാര്യം നിർദ്ദേശിച്ചു, മാനേജർ പറഞ്ഞു എന്നതാണ് അധ്യാപികയുടെ പരാതി. എന്തായാലും അത് രേഖാമൂലം തന്നെ ഇനി പോലീസിലേക്ക് പരാതി അധ്യാപിക കൈമാറുന്നുണ്ട്. ഇത് സംബന്ധിച്ച് കാണുന്നവർക്ക് എന്തെങ്കിലും സന്ദേഹമുണ്ട്? അപ്പം കാര്യം ഇത്രയേ ഉള്ളൂ. ചുരിദാർ ഇട്ടിട്ട് വരണമെന്ന് പറഞ്ഞു, അവർ ചുരിദാർ ഇട്ടിട്ട് വന്നു. പക്ഷെ ഇതിന് നിയമ സാധ്യതകൾ ഉണ്ടോ എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. അതിനു മുൻപായി ഈ ഒരു പ്രധാന അധ്യാപികക്ക് എന്താണ് പറയാനുള്ളത് അത് കേട്ടു നോക്കാം. ഞാൻ സ്കൂളിലോട്ട് വന്നതായി ഒരു 8:45 ഞാൻ സ്കൂളിൽ വരും. അങ്ങനെ ഇന്ന് വന്നപ്പോഴ് കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിനുള്ള മുട്ടയും ഉണ്ടായിരുന്നു. അപ്പോൾ മുട്ടയായിട്ട് വന്നപ്പോഴ് ഗേറ്റിന്റെ അവിടെ നിന്ന സെക്യൂരിറ്റി എന്നെ അങ്ങ് തടഞ്ഞു. അപ്പൊ ഇന്നലെ രാവിലെ ഒരു 11 മണിയോടുകൂടി മാനേജർ ഓഫീസിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ചുരിദാർ ഇടരുതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മാനേജർ ക്ലാസ്സിൻ്റെ വരാന്തയിലൊക്കെ പോയി നോക്കിയിട്ട് പിന്നെ തിരിച്ച് മറ്റേ സെക്യൂരിറ്റി ആയിട്ട് വീണ്ടും വന്നിട്ട് എൻ്റെ മുമ്പിൽ വെച്ചാണ് സെക്യൂരിറ്റി എടുത്ത് പറഞ്ഞു, പിന്നെ ഇനി ഇവർ ചുരിദാർ ഇട്ടുകൊണ്ട് വന്നാൽ അകത്ത് കയറ്റരുത് എന്ന് പറഞ്ഞു, ഗേറ്റ് തടഞ്ഞേക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് എന്നെ ഈ സാധനങ്ങളെല്ലാം ആയിട്ട് ഞാൻ വരുമായിരുന്നു. അവിടെ വെച്ച് എന്നെ തടഞ്ഞു. എന്നെ ഞാനൊരു 9 മണിയായപ്പം 9 മണിക്ക് മുമ്പ് ഇവിടെ വന്നായിരുന്നു. സ്കൂൾ ടൈമിന് മുമ്പ് വന്നേ ഒരു എനിക്ക് തോന്നുന്നു 9:30 ഒക്കെ ആയി. ഒരു ആയിട്ട് അതിനകത്ത് കയറാം. പോലീസ് വന്നിട്ടാണ് ഞാൻ അകത്ത് കയറിയത്. അപ്പോഴത്തെ ഞാൻ പേടിച്ചു പോയി. ഞാൻ 100 രൂപ വിളിച്ചു. ഞാൻ DOയും DDA സാറിനെ എല്ലാം വിളിച്ചു. അല്ല, ഇങ്ങനെ ചുരിദാർ ഇട്ട് സ്കൂളിൽ വരില്ലെന്നുള്ള നിയമം വല്ലതും ഉണ്ടോ? ഇല്ല.
എനിക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരുപാട് വിഷയങ്ങൾ മാനേജറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ മാനേജറും അതുപോലെ ഈ പ്രധാന അധ്യാപകയും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതായത് സ്കൂളിന്റെ അകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതിനെ തുടർന്നിട്ടുള്ള കാര്യങ്ങളാണ് ഈ സംഭവിച്ചിട്ടൊക്കെ ഉള്ളത്. അതായത് ഈ കുത്തിയിരിപ്പ് സമരം അടക്കം നടന്നിട്ടുള്ളത്. പക്ഷേ ഇവരോട് ഒരുപാട് കൊമന്റ്സും, അതായത് പബ്ലിക് ചില ഒപ്പീനിയൻസ് എന്ന് പറയുന്നത് അവരോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് ഇട്ടിട്ട് വരണ്ട എന്ന്, പിന്നെ എന്തിനാണ് അവർ ഇട്ടിട്ട് വന്നേ എന്നൊരു ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന്റെ നിയമസാധ്യതകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളൊക്കെ അവിടെ അവസാനിക്കും. അത് നോക്കുന്നതിന് മുൻപായി നമ്മളിവിടെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ആ സ്കൂളിന്റെ അകത്ത് ഉണ്ടായ ഒരു പ്രശ്നമാണ്. പക്ഷേ ആ മാനേജർ ഇതിനെ പുറത്തേക്ക് കൊണ്ടുവന്നു. കാരണം ഇതുപോലെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു വിഷയം വലിയൊരു വിഷയമാക്കി. അതായത് ചെറുതായിട്ട് അവർ തമ്മിലുള്ള എന്തോ ഒരു പ്രശ്നങ്ങളാണ്, അത് അവിടെ തന്നെ അതിന്റെ ഉള്ളിൽ തന്നെ സംസാരിച്ച് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാവില്ല. എന്നാൽ ഇപ്പോൾ പബ്ലിക് ഒപ്പീനിയൻസ് ഒക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വ്യക്തി, അതായത് ഈ സുരേഷ് കുമാർ എന്ന് പറയുന്ന ഈ മാനേജർ വയറ് കാണാൻ വേണ്ടിയിട്ട്, അതായത് സാരി കൊടുത്താലേ വയറ് കാണുകയുള്ളൂ, ചൂരിദാർ ഇട്ട് കഴിഞ്ഞാൽ വയറ് കാണില്ല. അപ്പോൾ ആ വയറ് കാണാൻ വേണ്ടിയിട്ട് ആണ് സാരി കൊടുത്തിട്ട് വരണമെന്ന് നിർബന്ധം പിടിക്കുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ വരുന്ന ടോക്ക് എന്ന് പറയുന്നത്. അതൊക്കെ ആ വ്യക്തി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ടോക്സ് ആണ്. ഇനി ഇതിന്റെ നിയമസാധ്യതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് സാരി കൊടുത്തിട്ട് തന്നെ വരണമെന്ന് നിർബന്ധമുണ്ടോ, നിയമപരമായിട്ട് നിർബന്ധമുണ്ടോ, അതുപോലെ ഈ മാനേജറിന് ആ ഒരു കാര്യം നിർബന്ധിച്ചിട്ട്, അതായത് സാരി കൊടുത്തിട്ട് വരണമെന്ന് നിർബന്ധിക്കാനുള്ള അധികാരമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. വർക്ക് എന്തെങ്കിലും സന്ദേഹമുണ്ടെങ്കിൽ സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും അധ്യാപികമാർ സാരി തന്നെ ധരിക്കണമെന്ന് നിർബന്ധമില്ലെന്ന് വ്യക്തമാക്കി സർക്കാർ പലതവണ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. 2014 അധ്യാപികമാർ സാരി തന്നെ ധരിക്കണമെന്ന് യാതൊരു നിബന്ധനയും ഇല്ലെന്ന് വ്യക്തമാക്കി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ട്. പഴയ ഉത്തരവ് നിലനിൽക്കെ തന്നെ ചില സ്ഥാപനങ്ങൾ ഡ്രസ് കോഡ് അടിച്ചേൽപ്പിക്കുന്നു എന്ന പരാതിയെ തുടർന്ന് 2021 നവംബറിൽ വീണ്ടും സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. അധ്യാപകർക്ക് മാന്യമായതും സൗകര്യപ്രദവുമായ ഏത് വസ്ത്രവും ധരിക്കാൻ അനുവാദമുണ്ട്. സർക്കാർ, എയ്ഡഡ്, സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അധ്യാപികമാരുടെ മേൽ പ്രത്യേക വസ്ത്രധാരണ രീതി അടിച്ചേൽപ്പിക്കാൻ അധികാരമില്ലെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അപ്പോൾ ഉത്തരവ്, നിയമം, വ്യവസ്ഥ ഒക്കെ ഇതായിരിക്കും. എയ്ഡഡ് സ്കൂളിലെ ഈശ്വരവിലാസം സ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഹയർ സെക്കൻഡറി സ്കൂളിലെ മാനേജർ സുരേഷ് കുമാറിന് സാരി തന്നെ വേണം എന്ന് എന്താണ് ഇത്ര നിർബന്ധമെന്ന് അറിയാൻ നമുക്ക് കുറച്ചു നേരം കൂടി കാത്തിരിക്കാം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്നും നമുക്ക് ഉറപ്പിക്കാം, അതായത് സാരി തന്നെ ഉടുത്തിട്ട് വരണമെന്ന് ഒരു നിർബന്ധവുമില്ല. മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കണം. ഈ ചുരിദാർ എന്ന് പറയുന്നത് മാന്യമായിട്ടുള്ള വസ്ത്രം തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു സങ്കല്പം. അത് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പിന്നെ ഈ ഒരു മാനേജറിന് എന്താണ് പ്രശ്നം? പബ്ലിക് ഒപ്പീനിയൻ പറയുന്നത് പോലെ അതാണോ പ്രശ്നം? കാരണം ഇപ്പോൾ ഈ പറയുന്ന മാനേജർ സുരേഷ് കുമാർ ഒരു റൂള്, ആ സ്കൂളിൽ ഒരു റൂൾ ഉണ്ട്, എല്ലാ ടീച്ചേഴ്സും സാരി കൊടുത്തിട്ട് വരണം എന്ന് പറഞ്ഞാൽ പോലും അത് നിലനിൽക്കില്ല. കാരണം ഗവൺമെന്റിന്റെ സർക്കുലർ ഉണ്ട്, നിർബന്ധിച്ചിട്ട് സാരി തന്നെ വേണമെന്ന് ഒരു സ്കൂളിനും, അതായത് ഗവൺമെന്റ് സ്കൂളിന് മാത്രമല്ല എയ്ഡഡ് സ്കൂളിന് പോലും, അതായത് ഈ ഒരു സ്കൂൾ എന്ന് പറയുന്നത് എയ്ഡഡ് സ്കൂളാണ്, എയ്ഡഡ് സ്കൂളിന് പോലും അത് ചെയ്യാൻ പറ്റില്ല. ഇനി അങ്ങനെ ഒരു റൂള് അവർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ റൂള് നിയമപരമല്ല. കാരണം ഓൾറെഡി ഗവൺമെന്റിന്റെ സർക്കുലറും റൂൾസും ഉണ്ട്. ഒരിക്കലും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. മാന്യമായിട്ടുള്ള വസ്ത്രം ടീച്ചർമാർക്ക് ഇട്ടിട്ട് വരാം, ധരിച്ചു വരാം എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ പിന്നെ ഇതിന്റെ പിന്നിലുള്ള മോട്ടീവ് എന്താണ്? അതായത് സാരി തന്നെ എടുത്തിട്ട് വരണം എന്ന് പറയാനുള്ള മോട്ടീവ് എന്താണ്?